ഈ രേണു സുധി എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ, അതായത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയണതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. രേണു സുധി എന്ന് പറയേണ്ടതാണ് കൂടുതലും പ്രേക്ഷകർ പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആ ഒരു കലാകാരൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ രേണു സുധി എന്ന് പറയുന്നതോട് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല, അതായത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ആ പുള്ളിക്കാരൻ എന്തായാലും മരണപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷെ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പോഴും സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ ആ ഒരു പേര് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഭർത്താവാണല്ലോ, മരിച്ചു പോയാലും ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു ലേബിൾ തന്നെയാണ് പുള്ളിക്കാരി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ ആ ഒരു പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. കാരണം പുള്ളിക്കാരി നല്ല രീതിയിൽ ഓരോ ദിവസവും കഴിയും തോറും നെഗറ്റീവ് കണ്ടന്റാണ് പുറത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഏതറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് പുള്ളിക്കാരി. ഇപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലെ എക്സ്ക്ലൂസീവ് ബട്ടൺ പൊട്ടിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ബട്ടൺ പൊട്ടിച്ചതിൽ പുള്ളിക്കാരിക്ക് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടിയിട്ടുണ്ട്. മാസം ഒരു 1,00,000 അടുത്തേക്ക് ഏകദേശം പുള്ളിക്കാരിക്ക് കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലേക്ക് പുള്ളിക്കാരിക്ക് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പൈസ അതിൽ നിന്ന് തന്നെ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഫോട്ടോസുകൾ, ഹോട്ട് റീൽസുകൾ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ആ ഒരു എക്സ്ക്ലൂസീവ് ബട്ടണിൽ വെച്ചിരിക്കുന്നത്. അത് കാണാനായിട്ട് കുറേയധികം ആളുകളുണ്ട്. പുള്ളിക്കാരി അവകാശപ്പെടുന്നത് സ്ത്രീകൾ, അതായത് ഒറിജിനൽ ഐ ഡിന്ന് സ്ത്രീകളടക്കം വന്നിട്ട് എൻ്റെ ആ ഒരു വീഡിയോ, അതായത് എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബ് കുറേ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളടക്കം ഉണ്ട്, അതും ഒറിജിനൽ ഐ ഡി എന്നാണെന്നാണ് പറയുന്നത്. ഇതെന്താ ഒറിജിനൽ ഐ ഡി എന്നല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രേഷ്മ പി തങ്കച്ചിന് ഇഷ്ടാവില്ലേ? അതോ ഇനി അൺസബ്സ്ക്രൈബ് വല്ലതും ചെയ്യുമോ? ഒരിക്കലും അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ലല്ലോ അല്ലേ? അല്ല, ചുമ്മാ പുള്ളിക്കാരി തട്ടി വീറുന്നതാണ്. അതായത് ഒറിജിനൽ ഐ ഡിന്ന് വരെ എൻ്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടെന്ന് പുള്ളിക്കാരി അവകാശപ്പെടുകയാണ്. നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. സ്ത്രീകളടക്കം വന്ന് കാണുകയാണ്. എൻ്റെ ആ ഒരു എന്താ പറയുക, എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കാണാൻ സ്ത്രീകളടക്കം വരികയാണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. എൻ്റെ പൊന്നു മോളെ, 2 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളെ, ആ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ ആ ഒരു കലാകാരൻ എന്താ പറയുക കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ട്. നമ്മുടെ ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 2 വർഷം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരി ഇത്രയും മാത്രം, അതായത് രേഷ്മ പി തങ്കച്ചൻ ഇത്രയും മാത്രം നെഗറ്റീവിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നെഗറ്റീവിലേക്കാണ് ഇനി പോവാന്നുള്ളത് കണ്ടന്നെ അറിയണം സുഹൃത്തുക്കളെ, കണ്ടന്നെ അറിയണം, അല്ലാതൊരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം എന്തായാലും കമൻറ്റ് മുഖേന രേഖപ്പെടുത്തുക. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.